ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ പദശുദ്ധിയുടെ ലാസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ 4 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 വീഡിയോസ് പ്ലസ് ഈ ഒരു വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പദശുദ്ധി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ പദശുദ്ധിയുടെ വീഡിയോ അവസാനിക്കുന്നില്ല. ഇനി പോകെ നമ്മൾ PYQ ആയിട്ട് ഇത് തന്നെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ പോകെ നമുക്ക് കുറച്ച് എക്സാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ആദ്യത്തെ വാക്കാണ് അപ്പോഴപ്പോൾ. അപ്പോൾ എന്നാണ് നമ്മൾ പറയാറുള്ളതെങ്കിലും എഴുതുന്നത് അപ്പോഴപ്പോൾ, ഴായാണ്. അപ്പോഴപ്പോൾ. അടുത്തത് സമകാലികൻ. സമകാലീകൻ എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. സമകാലി വെറും ലീനേ ഉള്ളൂ. സമകാലികൻ. യഥോചിതം, ആ ധാ ഏതാന്ന് നോക്കണം. യഥോചിതം. പുനഃസൃഷ്ടി. പുനഃസൃഷ്ടി, അതിനകത്ത് ഭിത്തികയുണ്ട്. പുനഃസൃഷ്ടി. ആബാലവൃത്തം. ആബാലവൃത്തം നമുക്ക് തെറ്റിപ്പോകാറുള്ള ഒരു വാക്കാണ്. ഏതാന്ന് നോക്കണം. ആബാലവൃത്തം. പ്രസംഗകൻ. പ്രാസംഗകൻ എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. അങ്ങനെയല്ല, പ്രസംഗകൻ. വെറും പ്രായമുള്ളൂ, പ്രാന്നില്ല. പ്രസംഗകൻ. പ്രതിനിധാനം ചെയ്യുക. ആ പ്രതിനിധാനം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചു നോക്കിക്കോണം. ദാ ഏതാന്നൊക്കെ. പ്രതിനിധാനം ചെയ്യുക. മനസ്താപം. മനസ്താപത്തിന് ഭിത്തിക ഇടാൻ തോന്നും, പക്ഷെ ഭിത്തികയില്ല. മനസ്താപം. തയ്യാറെടുക്കുക. ഉണ്ട്. തയ്യാറെടുക്കുക. കൈതവം. കൈതവം. ഗരുഡൻ. ഗരുഡന്റെ ഡാ ഏതാന്ന് നോക്കണം. അതേ ഡാ തന്നെയാണ് ജഡൻ. ജഡൻ എഴുതുമ്പോഴും അതേ ഡാ തന്നെയാണ്. ഐതിഹ്യം. ഐതിഹ്യം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഐതിഹ്യം. ദ്രുപദൻ. 2 ദായും ഒന്നാണ്. ദ്രുപദൻ. പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം ഷായും ചായും കൂടെ ചേർന്നാണ് പ്രായശ്ചിത്തം. സംപ്രേഷണം. ഇക്ഷ വേണ്ട. സംപ്രേഷണം. വൈയാകരണൻ. വൈന്നുണ്ട്. വൈയാകരണൻ. പ്രസംഗ പാടവം. ആ മറ്റേ ഡായല്ല, സാധാ ഡായ, അതൊന്ന് ശ്രദ്ധിച്ചോണം. പ്രസംഗ പാടവം. ആത്മീയം. ആത്മീയം നമുക്കറിയാവുന്നൊരു വാക്കാണ്. ആത്മീയം. സന്യാസി. ശ്രദ്ധിച്ചോണം. സന്യാസി. ഐകമത്യം. ഐക്യമത്യമല്ല, ഐകമത്യം. ആയുർവേദം. ആയുർവേദം ഉണ്ട്. ആയുർവേദം. വിദൂഷകൻ. വിദൂഷകൻ എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വിദൂഷകൻ. ദൂന്നുണ്ട്. വിദൂഷകൻ. വായ്പ നയം. വായ്പാ നയം എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറ്. വായ്പ നയം, അതും പായ്ക്ക് ഇരട്ടിപ്പില്ല. വായ്പ നയമേ ഉള്ളൂ. കല്യാണം. നമ്മൾ പൊതുവെ കല്യാണം എഴുതാറുള്ളത് എങ്ങനെയാണ്? ലാ എഴുതും, ഇല്ല എഴുതിയിട്ടാണ് കല്യാണം എഴുതാറ്. അങ്ങനെ ഇല്ല, വെറും കല്യാണം. ലായ്ക്ക് ഇല്ല. വൃശ്ചികം. ഷായും ചായും കൂടെ ചേർന്ന് വൃശ്ചികം. ശിപാർശ. ശുപാർശയല്ല, ശിപാർശ. ശിപാർശയാന്ന് ഓർത്തോണം. പ്രസ്താവന. ഏത് തായാ നോക്കണം. പ്രസ്താവന. ജഡായു. ഏത് ഡായാ നോക്കണം. ജഡായു. അഖണ്ഡം. നായും ഡായും കൂടെ ചേർന്ന് അഖണ്ഡം. അണ്ഡം. അതും നായും ഡായും കൂടെ ചേർന്നാണ് അണ്ഡം. അധിഷ്ഠിതം. ധാ ഏതാന്ന് നോക്കണം. അധിഷ്ഠിതം. അഷ്ടകോണം. അത് ഏത് ഡായാന്ന് ശ്രദ്ധിച്ചോണം. അഷ്ടകോണം. അസന്ധിഗ്ധം. അസന്ധിഗ്ധം. ഇന്തായും പിന്നെ ഇപ്പുറത്തെ ധായും കൂടെ ചേർന്ന് വരുന്നത് ശ്രദ്ധിച്ചോണം. അസന്ധിഗ്ധം. ആജാനുബാഹു. അജാനുബാഹു അല്ല, ആജാനുബാഹു. പ്രാരബ്ധം. പ്രാരാബ്ധമല്ല, പ്രാരബ്ധം. പ്രാരബ്ധം. അനുഗ്രഹം. അനുഗ്രഹം. ഏത് ഗ്രായ നോക്കണം. അനുഗ്രഹം എന്നൊന്നും എഴുതി വെക്കരുത്. അനുഗ്രഹം. ശബ്ദതാരാവലി. ശബ്ദത്തിന്റെ ദായതാ നോക്കണം. ശബ്ദതാരാവലി. വൃക്ഷഛായ. ഇക്ഷായുണ്ട്. വൃക്ഷഛായ. ഉദ്ദേശ്യം. ഉദ്ദേശം അല്ല, ഉദ്ദേശ്യം. ആഷാഢം. ഡായുടെ അകത്തൊരു കുനിപ്പും കൂടെ ഉണ്ട്. ആഷാഢം. ആഷാഢം. അപ്പം നമ്മുടെ പദശുദ്ധി ഇതോടെ തീർന്നിരിക്കുകയാണ്. നമുക്കിനി വർക്കൗട്ട് കൂടെ ചെയ്യണം. അപ്പോൾ ഇത്രയും വാക്കുകൾ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇപ്പം റിപ്പീറ്റ് അടിച്ച് PSC ചോദിക്കാറുള്ള ഈ വാക്കുകളൊക്കെ തന്നെയാണ്. ഇത്രയും വാക്ക് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഏത് PSC പരീക്ഷയ്ക്കും നമുക്ക് പദശുദ്ധിയിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്